ഇത് ഒരു സ്റ്റില്ലാണ്, ശ്രദ്ധിച്ച് കണ്ടോളൂ. നമുക്ക് കാര്യമില്ല, നമുക്ക് ചാൻസ് ഇല്ല. ശ്രദ്ധിച്ച് കാണണം. അതിലൊക്കെ ആൾക്കാർ ഒളിച്ചൊക്കെ ഇരിപ്പുണ്ട്. കളറുകളൊക്കെ നോക്കി വെച്ചോ. മമ്മൂട്ടി സ്വരൂപ്. ടൈമാ. ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സാർ പറഞ്ഞു ഇതിനകത്ത് ഉദ്ദേശത്തിൽ ഒരു 4 ഉത്തരം ഉണ്ട്, അതിലേത് വേണം എടുത്തോളാം. എല്ലാം ശ്രദ്ധിച്ചു കണ്ടു. ഇതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു കുടുംബ പിക്ചറാണ്. ഇതിലെ ഗൃഹനാഥന്റെ പിക്ചർ ബ്ലർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കുടുംബത്തിന്റെ ഗൃഹനാഥൻ ആരാണ്? മമ്മൂട്ടി. ഷീ ഓൾറെഡി ടോൾഡ് ടു മീ. അപ്പൊ അവള് പറഞ്ഞോട്ടെ, ഇത് കണ്ടപാണ് പറഞ്ഞു മമ്മൂട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോ ഒരെണ്ണത്തിന് രക്ഷയല്ലേ ഉള്ളൂ, ഇനി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഇല്ല വേണ്ട, അത് വേണ്ടി വരില്ലല്ലോ. അത് ഇന്നത് മമ്മൂട്ടിയാണെന്നാണ് പറയുന്നത്. മമ്മൂട്ടിയല്ലേ പാടുള്ളൂ അവിടെ. എന്ത് പറയണു? കൊടുത്തേക്കല്ലേ? ശരിയാണ്. ആ ഫോട്ടോ ഒന്ന് ബ്ലറില്ലാണ്ട് കാണിക്കോ? ഇരിക്കുന്നു നമ്മളാ മമ്മൂക്ക. പുള്ളിക്കാരത്തി തനിച്ച് പറഞ്ഞാണ് എനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല. ആദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞപ്പോഴേ ടാസ്കും ഞാൻ ചെയ്യില്ല, മീനാക്ഷി സുധീർ പ്ലീസ്. ടീച്ചർ ഈ ബോർഡിൽ ശ്രദ്ധിക്കൂ. 4 പെബിൾസ് ഡിഫറെന്റ് കളറിലുള്ളത് ഒട്ടിച്ചിട്ടുണ്ട്. എത്രയോ നാളായിട്ട് മീനാക്ഷിയുടെ ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറിന്റെ അടുത്ത് പറയണം. അതെ അതാണ് റിവേഴ്സ് ഊണോ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പതാ ഈ കളേഴ്സിനെ ഇങ്ങനെ മാച്ച് ചെയ്ത് ഈ ബോർഡിൽ ഇങ്ങനെ ഒട്ടിക്കുക. അപ്പൊ 1, 2, 3 and 4 ലൈൻസ് ഉണ്ട്. അങ്ങനെ 4 കളർ മാച്ച് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. അപ്പൊ നല്ലതാണ്. ആര് പോകുന്നു? ഞാൻ പോവാം. ഇത് കാരണം ഇത് എനിക്കായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പൊക്കോ, അടി ഉണ്ടാവും. സാറ് മറ്റേ ഇപ്പോഴത്തെ എക്സ്പ്രഷനിൽ ആ ജെംസ് കഴിച്ചു തീർക്കാനുള്ള എക്സ്പ്രഷൻ. അപ്പോ സാർ ഓൾറെഡി അല്ലേ? ഓടൂ. സാർ ഓടാൻ തയ്യാറായിരിക്കും. ഓടൂ, വരൂ, നേടൂ, ഗോ. പോയി ചെന്ന് ഭാര്യയുടെ കേൾക്കാവുള്ളെല്ലാം കേട്ടിട്ട് വരും. പാവം പോവാന്ന് പറഞ്ഞതാണ്. അവിടെ ചെന്ന മീനാക്ഷിയെ പേടിപ്പിച്ച്. ഇത് വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ല. ഉണ്ട്, മാറ്റിയെടുക്കണം. ഇത് തിരിച്ചു കൊടുക്കാനുള്ള അവസരം. ഇതല്ല, മിക്സിയാണ് വേണ്ടത്. വേണേ ഇടയ്ക്കൊന്ന് മുഖത്തോട്ട് നോക്കിക്കോ. സാർ നോക്കാതെ തിരിച്ചിരിക്കണമെന്ന് അറിയാം. അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതാണ് സാർ പ്രശ്നം. അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്പോട്ടിലാണല്ലോ. അപ്പൊ അവിടെ തൊട്ട് നമ്മളൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ പിന്നെ കൈ കാലും ഒക്കെ ചലിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്നായിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ സ്വന്തമാക്കിയിട്ടുണ്ട്.